uniform rod. So we are going to find the center of mass of a thin uniform. So let us consider a thin uniform rod of length L, length small l, and mass capital M. So we are taking a thin uniform rod of length L and mass capital M. So we are going to find the center of mass of this system. So let the x-axis lies along the length OA of the rod and O be the origin. So we are assuming that the rod is placed on the x-axis with O as the origin, where OA is the length of the rod. So let this point be O and this point be A. So the length of the rod is OA and O is the origin. So the rod is placed on the x-axis with the one end at the origin. Okay, so now the mass per unit length of the rod. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് റോഡിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്നും ലെങ്ത് സ്മോൾ എൽ ആണെന്നും പറഞ്ഞു. അപ്പോൾ സ്മോൾ എൽ ലെങ്ത് ഉള്ള റോഡിൻ്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണെങ്കിൽ യൂണിറ്റ് ലെങ്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ദിസ് വിൽ ബി ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൽ ആയിരിക്കും. ഓക്കെ, നൗ consider a small element dx at a distance x from the origin. അതായത് ഞാനിപ്പോൾ വരച്ച ഈ ഫിഗർ ഒന്നുകൂടി ഞാനൊന്ന് റീഡ്രോ ചെയ്യുന്നു. അതായത് നമ്മളിങ്ങനെയാണ് ഒരു തിൻ യൂണിഫോം റോഡ് നമ്മളെടുത്തു. സോ ദിസ് ഈസ് OA. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണെന്ന് പറഞ്ഞു. സോ ഈ റോഡിൽ ഈ ഒറിജിനിൽ നിന്നും ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ, സോ ഫ്രം ദി ഒറിജിൻ ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ നമ്മൾ ഒരു DX എന്ന് പറയുന്ന ഒരു ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ചെറിയ ഈ ലെങ്ത് എന്ന് പറയുന്നത് DX ആണെന്ന് അസ്യൂം ചെയ്യും. സോ ഒറിജിനിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെ DX എന്ന് പറയുന്ന ഒരു ലെങ്താണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മാസ് ഓഫ് ദി സ്മോൾ എലമെൻറ്റ്, നമ്മളിവിടെ ഈ എടുത്ത ഈ DX ലെങ്ത് വരുന്ന ഈ സ്മോൾ എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് ദി സ്മോൾ എലമെൻറ്റ് DX ഈസ്, ആ മാസിനെ ഞാൻ സപ്പോസ് DM എന്ന് വിളിക്കുന്നു. ആ DX ലെങ്ത് വരുന്ന പോർഷൻ്റെ മാസ് DM എന്ന് പറയുന്നത്, നമുക്കറിയാം യൂണിറ്റ് ലെങ്തിൻ്റെ മാസ് M/L ആണ്. സോ DX ലെങ്തിൻ്റെ മാസ് എന്ന് പറയുന്നപ്പോൾ M/L ഇൻറ്റു DX ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹെൻസ് the distance of the center of mass. അപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ സെൻറ്റർ ഓഫ് മാസ്, ആ പോയിൻറ്റിനെ ഞാൻ സപ്പോസ് G എന്നാണ് വിളിക്കുന്നതെങ്കിൽ, ഹെൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് G ഓഫ് ദി റോഡ് ഫ്രം O ഈസ്, അതായത് ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഈ G എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ നമുക്കതിൻ്റെ എക്സ് ആണ് കാണേണ്ടത്, കാരണം ഇവിടെ വൈയും ഇസഡിനും പ്രസക്തിയില്ല, കാരണം നമ്മുടെ റോഡ് എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്. സോ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ദിസ് എക്സ് വിൽ ബി ഇൻ്റഗ്രൽ
എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം ആയിരിക്കും. സോ ദിസ് വിൽ ബി ഇൻ്റഗ്രൽ ഡി എം എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി ഒരു എലമെൻ്ററി ലെങ്ത് ഡി എക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഡി എക്സ് ലെങ്തിൻ്റെ മാസ്സാണ് ഡി എം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഇവിടെ എക്സ് ഡി എം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എം ബൈ എൽ ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. സോ നമുക്കിതിനെ 0 മുതൽ എൽ വരെ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ ഡി എം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ റോഡിൻ്റെ ടോട്ടൽ മാസ്സായ ക്യാപിറ്റൽ എം നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എം ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to L എക്സ് ഡി എക്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to L divided by m, or this is equal to m and m will cancel each other. So this will be 1 by L into integral 0 to L x square by 2, that is L square divided by 2. So this will be L by 2. So ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും L/2 ഡിസ്റ്റൻസ് അകലെയായിരിക്കും എന്നുള്ളതാണ് കിട്ടിയത്. അതായത് ഇതായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത തിൻ യൂണിഫോം റോഡ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒറിജിനിൽ നിന്നും L/2 ഡിസ്റ്റൻസ് അകലെ, L/2 ഡിസ്റ്റൻസ് അകലെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇതിൻ്റെ സെൻറ്ററിൽ വരും. സോ ലെറ്റ് ദിസ് ബി L/2. സോ ഒറിജിനിൽ നിന്നും L/2 ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ ഈ പറഞ്ഞ G എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. സോ ഹെൻസ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി റോഡ് ഈസ് സിറ്റുവേറ്റഡ് in the middle of the road. In the middle of the road. അതായത് ഇവിടെ ഇപ്പോൾ ഇത് കൃത്യമായിട്ടും സെൻറ്ററിൽ കിട്ടാനുള്ള കാരണം നമ്മളെടുത്ത റോഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോമാണ്. യൂണിഫോം ഡെൻസിറ്റി ഉള്ള റോഡായതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്ക് കൃത്യം സെൻറ്ററിൽ തന്നെ കിട്ടാനുള്ള കാരണം. അതേസമയം റോഡിൻ്റെ ഡെൻസിറ്റി യൂണിഫോം അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു റോഡിൻ്റെ പകുതി സപ്പോസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പർ വെച്ചിട്ടാണ്, മറ്റൊരു പകുതി സപ്പോസ് സ്റ്റീൽ വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ റോഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം അല്ല. അപ്പോൾ അങ്ങനെ യൂണിഫോം അല്ലാതെ വരുന്ന കേസുകളിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, ഇതിൻ്റെ സെൻറ്ററിലാണെന്ന് കിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റ് ഒരു സിമെട്രിക് ഒബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഒരു ജോമെട്രിക്കലി സിമെട്രിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ, മാത്രമല്ല അതുപോലെ അത് യൂണിഫോം ഡെൻസിറ്റി ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ തന്നെയായിരിക്കും ആ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു റോഡ് എടുത്തു കഴിഞ്ഞാൽ കൃത്യം അതിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്പിയറിൻ്റെ ജിയോമെട്രിക് സെൻറ്റർ ആയിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇഫ് ദ സ്പിയർ ഈസ് ഓഫ് യൂണിഫോം ഡെൻസിറ്റി. സോ ഇതാണ് നമ്മളിപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ തിൻ യൂണിഫോം റോഡ് എന്ന് പറയുന്നത്.